നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒടുവിൽ ഇന്ത്യ പുതിയൊരു കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഇന്ത്യൻ സാഹചര്യങ്ങൾ അയോധ്യയ്ക്ക് മുൻപും അയോധ്യയ്ക്ക് ശേഷവും എന്ന തരത്തിലായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഈ വീഡിയോയിൽ അയോധ്യ സൃഷ്ടിക്കുന്ന സാമ്പത്തിക വളർച്ചയെ പറ്റിയാണ് വിവരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി അയോധ്യ എന്ന പ്രദേശം മുഴുവനും തിരിച്ചറിയാനാകാത്ത വിധം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇടുങ്ങിയ തെരുവുകളും ഓടകളും വീടുകളുമായി കിടന്നതുപോലെയല്ല ഇന്ന് അയോധ്യ. 2024 ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠയോടെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നതോടെ ഇനി ഇവിടം ഇന്ത്യയിലെ സുപ്രധാനപ്പെട്ട തീർത്ഥാടന ടൂറിസം കേന്ദ്രമായി മാറുകയാണ്. റിയൽ എസ്റ്റേറ്റ് വിപണി അയോധ്യയിൽ അതിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ലക്ഷറി ഹോട്ടലുകൾ, വില്ലകൾ, റിട്ടയർമെന്റ് കാലം ചിലവഴിക്കുവാനുള്ള കേന്ദ്രങ്ങൾ, ഗസ്റ്റ് ഹൗസുകൾ, ഹോം സ്റ്റേകൾ എന്നിവ കൊണ്ട് നിറയുകയാണ് അയോധ്യ. 2019 സുപ്രീം കോടതി വിധി വന്നതോടെ അയോധ്യയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടങ്ങി. സ്ഥലവില 25 മുതൽ 30% വരെ ഉയരുകയും ചെയ്തു. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 85,000 കോടി രൂപ ഇവിടേക്ക് നിക്ഷേപിക്കപ്പെടുമെന്നാണ് കണക്ക്. സ്ഥലവില സ്ക്വയർ ഫീറ്റിന് 6,000 മുതൽ 7,000 രൂപ വരെ ആയിട്ടുണ്ട്. ഇവിടുത്തെ റോഡ് വികസനത്തിന്റെ ഭാഗമായി 4,000-ഓളം വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും പൊളിക്കപ്പെട്ടു. 80 ഏക്കറിൽ പുതിയ ഹൗസിംഗ് സ്കീമാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് നിർമ്മാതാക്കൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഏതാണ്ട് 45 ലക്ഷം തീർത്ഥാടകരെയാണ് പ്രതിമാസം ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നത്. താജ് ഗ്രൂപ്പും ലീല ഗ്രൂപ്പും അഭിനന്ദൻ ലോധ ഗ്രൂപ്പും ഇവിടെ ലക്ഷറി ഹോട്ടലുകൾ പണിയുകയാണ്. അന്താരാഷ്ട്ര വിമാനത്താവളവും ഉടനൊരുങ്ങും. അയോധ്യ നഗരത്തെ കേന്ദ്ര ബിന്ദുവാക്കി ഇതിനു ചുറ്റും വൻ വിനോദസഞ്ചാര വ്യാപാര കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക എന്നതാണ് ഇപ്പോൾ കാണുന്നത്. 2031 ആകുമ്പോൾ ദിവസം 3 ലക്ഷത്തോളം തീർത്ഥാടകർ അയോധ്യയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ വിനോദസഞ്ചാര മേഖലയിലെ ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് തീർത്ഥാടന ടൂറിസം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു പ്രധാന ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും ആ നഗരത്തിന്റെ വികസനമെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിനെ ആശ്രയിച്ച് കോടിക്കണക്കിന് പേർ ഉപജീവന മാർഗവും തേടി വരുന്നു. ഇന്ത്യയിലെമ്പാടും ഏതാണ്ട് 20 ലക്ഷത്തിലധികം ക്ഷേത്രങ്ങളുണ്ടെന്നാണ് ഏകദേശ കണക്ക്. അയോധ്യ രാമക്ഷേത്രം, ഉത്തരാഖണ്ഡിലെ വാരണാസി, മധുര വൃന്ദാവനം, ഉത്തർപ്രദേശിലെ കുശിനഗർ, ജമ്മുവിലെ വൈഷ്ണോദേവി ക്ഷേത്രം, ഹരിദ്വാർ, ഋഷികേശ്, കേദാർനാഥ്, ബദരിനാഥ്, ഗംഗോത്രി, യമുനോത്രി, തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രം, രാമേശ്വരം, ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം, ഗുജറാത്തിലെ സോമനാഥ്, ദ്വാരക, പഞ്ചാബിലെ സുവർണ ക്ഷേത്രം, ആന്ധ്രയിലെ തിരുപ്പതി, കർണാടകയിലെ മൂകാംബിക, തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ജാർഖണ്ഡിലെ ബൈദ്യനാഥ് മന്ദിർ, റാഞ്ചിയിലെ ജഗന്നാഥ മന്ദിർ, മധ്യപ്രദേശിലെ ഉജ്ജയിനി മഹാകാൽ മന്ദിർ, ഇവയെല്ലാം എടുത്തു പറയേണ്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടവ നിങ്ങളുടെ കമന്റുകളിൽ പ്രതീക്ഷിക്കുകയാണ്. ഇന്ത്യയിലെ ആഭ്യന്തര വിനോദസഞ്ചാരത്തിന്റെ 60% തീർത്ഥാടന ടൂറിസം വഴിയാണ്. വിദേശ വിനോദസഞ്ചാരികളിൽ 11% ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എത്തുന്നുണ്ട്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് 4 കോടിയിലധികം പേർക്ക് തൊഴിലും ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തീർത്ഥാടന ടൂറിസം നൽകുന്ന സംഭാവന പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇക്കഴിഞ്ഞ 2022 14.33 കോടി ഇന്ത്യക്കാരും 64 ലക്ഷം വിദേശികളും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ടൂറിസം മേഖലയിൽ എത്തിയെന്നാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്ക്. 1.35 ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് ഇതിലൂടെ രാജ്യത്തിന് ലഭിച്ചത്. ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള നഗരവികസനത്തിന്റെ ഭാഗമായി വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനവും നടന്നു വരുന്നുണ്ട്. ഇനി വരും ദശകങ്ങളിൽ അയോധ്യയിൽ നിന്ന് ഉത്തർപ്രദേശിന് ലഭിക്കുവാൻ പോകുന്നത് കോടികളാണ്. SBI റിപ്പോർട്ട് പ്രകാരം 20,000 മുതൽ 25,000 കോടി നികുതി ഇനത്തിൽ ഉത്തർപ്രദേശിന് ലഭിക്കും. തീർത്ഥാടന സ്പിരിച്വൽ ടൂറിസവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ പ്രാസാദ് പദ്ധതി പ്രകാരം ഉത്തർപ്രദേശ് വലിയ നേട്ടമാണ് നേടുവാൻ പോകുന്നത്. 2024 ബഡ്ജറ്റിൽ 2.5 ലക്ഷം കോടി വരുമാനം ഉത്തർപ്രദേശ് പ്രതീക്ഷിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന സംസ്ഥാനമായി 2028 ഉത്തർപ്രദേശ് മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവാദങ്ങളും പ്രസ്താവനകളും ഉണ്ടായാലും അത് അതിന്റെ വഴിക്കും, മറ്റ് ടൂറിസം സാമ്പത്തിക നേട്ടങ്ങൾ അതിന്റെ വഴിക്കും പൊയ്ക്കൊണ്ടിരിക്കും. എന്തായാലും കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമന്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക. നന്ദി, നമസ്കാരം.